എങ്ങോട്ടേക്കാ? ഞാൻ ഓഫീസിലേക്കാ. ഓക്കെ, തിരക്കുണ്ടോ? നമുക്കൊരു കോഫി ആയാലോ? ഹലോ ഡോക്ടർ, ഞാൻ ലിയോണാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഡോക്ടറിന് അയച്ചിട്ടുണ്ട്. അതിന് വല്ല സത്യം ഉണ്ടോ എന്ന് എനിക്കറിയാം. അത് നിനക്ക് ഈ റിപ്പോർട്ട്സ് എവിടുന്നാ കിട്ടിയത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചതിന് മാത്രമേ എനിക്ക് ഉത്തരം നൽകിയാൽ മതി. ആ റിപ്പോർട്ട്സിൽ ഉള്ളത് സത്യമാണോ അല്ലയോ? ലിങ് കോങ്ങിന് ഇനി അധികം ആയുസില്ലേ? ഈ റിപ്പോർട്ട്സ് സത്യമാണ്. അദ്ദേഹത്തിന് ഇനി അധികം നാളുകളില്ല. ഇനിയും സമയം ഇക്കാര്യം അറിയേണ്ടതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത്. അതാ ഞാൻ Papa, I'm really sorry, Papa. ഞാൻ പപ്പയോട് ചെയ്തില്ല. I'm really sorry. പപ്പയുടെ ലീനി പപ്പയോട് ഇങ്ങോട്ടും പോലെ. Promise, I'm really sorry, Papa. Papa, I'm really sorry. നീ ഒന്നും അറിയേണ്ടത് ഞാൻ കരുതിയതാണ്. നിനക്കതൊന്നും സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പപ്പയെ ഒന്നും വിധത്തിൽ പറയില്ല. I'm really sorry, Papa. പപ്പ ഞങ്ങളെ വിട്ട് പോകരുത്, പ്ലീസ് പപ്പ. എനിക്ക് സന്തോഷമായി. എല്ലാം നീ അറിഞ്ഞിട്ടാണ് വന്നതെങ്കിലും നീ പപ്പ എന്ന് വിളിച്ചല്ലോ. ഞാൻ ഹാപ്പിയാണ്. സോ ഹാപ്പി. ഇനി എനിക്കൊന്നും വേണ്ട. നിന്നോട് ഞാൻ ചെയ്തു പോയതിന് നീ എന്നോട് മാപ്പാക്കണം മതി. അന്ന് എനിക്കതെല്ലാം അതൊരു ശരിയാകും. ബട്ട് ഇന്ന് അതൊക്കെ ഞാൻ നിന്നോട് ഓർക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തതെന്ന് ബോധ്യം എനിക്ക് നന്നായിട്ട്. ഐ റിഗ്രറ്റ്. ഈ പപ്പയോട് ഞാൻ ക്ഷമിക്കണം. ഐ റിയലി സോറി. ലക്കി, കോഫി മാത്രം മതിയോ? കഴിക്കാൻ എന്തെങ്കിലും പറഞ്ഞാലോ? ലക്കി, താൻ ഓക്കെ അല്ലേ? ഇവിടെ വല്ല അസ്വസ്ഥതയും തോന്നുന്നുണ്ടോ? ഇവിടുന്ന് മാറണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. എന്നാ പിന്നെ തനിക്ക് ഏർപ്പെടുത്തൊന്ന് വിട്ടൂടെ? ഞാൻ റോക്ക് സ്റ്റാർ ഹുവാനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലൊന്ന് കാണുള്ളൂ. അപ്പൊ ഈ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ലേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഞാനാണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുന്നതെന്ന് ലീ അറിയണ്ട. നീ അവനോട് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, ലിയോണിനോട് ഞാനൊന്നും പറഞ്ഞില്ല. ബട്ട് ഇന്നലെ അറിയാതെ ലുഹാനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. ലുഹാനോട് പറഞ്ഞു? എന്നിട്ട് അവൻ എന്താ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഹുവാൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആക്ച്വലി നീയും ലിയോണും തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടോ? അല്ല, ഹുവാൻ എന്ന പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്ത് കേൾക്കുന്നത് പോലും അവനൊരു തരം ദേഷ്യവും വെറുപ്പൊക്കെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? ഹുവാൻ, ഐ ഓക്കെ? അത് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം വല്ല ഹെൽപ്പും ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതാ ചോദിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം അങ്ങനെ ആർക്കും സോൾവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കാര്യമല്ല ഞാൻ അവനോട് ചെയ്തത്. നീ എന്നല്ല, അത് ദൈവം വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം ഞാൻ അവനോട് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹ ചെയ്തത്. ഒരിക്കലും അവൻക്ക് ഒരിക്കലും എന്നോട് ശ്രമിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു ദ്രോഹം. അതെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ചിലപ്പോ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നിയെന്ന് വരും. ഓ, സത്യം പറ, ഈ കാണുന്നത് ഇത് ഞാൻ സ്വപ്നല്ലേ കാണുന്നത്? ഇനിയിപ്പോ ഞാൻ അബോധാവസ്ഥയിൽ ആയിരിക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൈ ഡിയർ സിസ്റ്റർ, ഈ കാണുന്നതൊന്നും സ്വപ്നമല്ല, നീ അബോധാവസ്ഥയിലുമല്ല. മനസ്സിലായോ? ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ നീയും പപ്പയും തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ആയോ? അതിന് ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെറിയൊരു പിണക്കത്തിലായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ആക്കി. അല്ലേ പപ്പ? നോ. ആൽക്കഹോൾ ഇസ് ഇഞ്ചുറി ടു ഹെൽത്ത്. അതുകൊണ്ട് ഇതിവിടെ വേണ്ട. ഈ വീട്ടിൽ നിന്നും ഇപ്പൊ തന്നെ ഞാൻ ഇതൊക്കെ കളയാൻ പോക്കാം. പ്ലീസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എന്നെ മദ്യപിക്കില്ല. എനിക്ക് പ്രോമിസ്. മനല്ലേ, ലക്കി എങ്ങനെയാണ്? നിന്നോട് നല്ല കൂട്ടാണോ? നല്ല കൂട്ടാണ് എന്ന് ചോദിച്ചാ അങ്ങനെയും പറയാം. ഷീസ് വെരി സ്മാർട്ട് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. അത് നീ പറഞ്ഞത് ശരിയാണ്. അവള് സ്മാർട്ടാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയത്. ഞാനൊരു കാര്യം പറഞ്ഞ നീ എതിര് പറയരുത്. നിന്റെ ഡ്രീമും ഫസ്റ്റ് ലവും ഒക്കെ നിന്നിൽ നിന്ന് അകരാൻ ഞാനാണല്ലോ മെയിൻ റീസൺ. ഞാൻ തന്നെ അതെല്ലാം നിനക്ക് തിരിച്ചു തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ നീ എതിര് നിൽക്കരുത്. അതിനു വേണ്ടത് എന്താന്ന് വെച്ചാ എല്ലാം ശരിയാക്കാൻ ഷൈനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഡ്രീമും ഫസ്റ്റ് ലവും ഇനിയെല്ലാം നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. സോറി അപ്പ, എന്റെ മനസ്സിലിപ്പോ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. അതെല്ലാം പണ്ടേക്ക് എന്റെ മനസ്സിൽ കുഴിച്ചു കൂടിയതാ. അപ്പൊ അതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോ അതെന്നിൽ നിന്ന് പറിച്ചു കളഞ്ഞത്. അതൊന്നും ഇനി എനിക്ക് വേണ്ട. ഞാൻ അതെല്ലാം മറന്ന് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. പപ്പ എനിക്കത് നിർബന്ധിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ലൈഫിൽ ഇനി ഒരു ഡ്രീമും ആ ഒരു ലവും ഒരു സ്ഥാനവും അതൊന്നും ഉണ്ടാവില്ല.
മിസ് ലക്കി, എന്റെ ടോർച്ചറിങ് സഹിച്ച് ഇത്രയും നാൾ എന്റെ കൂടെ ബോഡി ഗാർഡായി നടന്നതിനും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഡെയിലി കൊണ്ടെത്തിച്ചതിനും എനിക്ക് എന്റെ പപ്പയെ തിരിച്ചു തന്നതിനും താങ്ക് യു. ലക്കി, നീ നല്ലൊരു ലൈറ്റായിട്ട് ഓഫീസിലേക്ക് വരുന്നത്. നിങ്ങളെ ഞാൻ പറഞ്ഞതല്ലേ, എല്ലാവരും ചോദിക്കുന്നതിന് മറുപടി ഞാനാണ് നൽകേണ്ടത്. അതുകൊണ്ട് ഇന്നെങ്കിലും എന്തായാലും നീ നേരത്തെ ഓഫീസിൽ എത്തിയേ പറ്റൂ. ആ ലക്കി, നിന്റെ തലക്ക് എന്താ തീരെ ഓളമില്ലേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും ഇവിടെ വരാന്നല്ലേ? അപ്പൊ കുമാരിയും കൂടെ കണ്ടിട്ട് പോവാം. ഓഫീസിലെത്താൻ ഇനിയും സമയമുണ്ടല്ലോ. Hey Lucky, what a surprise! അകത്തേക്ക് വാ. താനവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ഈ വഴിക്ക്? ലിയൻ ലുഹാനും ഇന്നലെ ഇവിടുന്ന് പോയത് പിന്നെ തിരിച്ചു വന്നിട്ടില്ലാന്ന് താഴെ സെക്യൂരിറ്റി പറയുന്നത് കേട്ടു. അവരവരെ വീട്ടിലാ. ഇനി ഇങ്ങോട്ടേക്ക് വരവുണ്ടാവോ എന്നറിയില്ല. അതാ ഞാൻ ഹുവാനെ ഒന്ന് കാണാൻ വേണ്ടി. താനിത് എപ്പോഴും കൈക്കൊണ്ട് നടക്കുമോ? എന്റെ അച്ഛൻ വാങ്ങി തന്നതായിരുന്നു. ചെറുപ്പത്തിലെപ്പോഴോ എന്റെ കഴുത്തിൽ നിന്ന് ഇത് പൊട്ടി. അപ്പോ ഇത് കയ്യില് ഇട്ട് നടക്കലായി പതിവ്. പിന്നെ ഞാനിതുവരെ ഈ ചെയിനില്ലാതെ എങ്ങോട്ടും പോയിട്ടില്ല. താൻ തന്റെ ബ്രദറിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എന്റെ ബ്രദറിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഹുവാൻ എങ്ങനെയറിയാം? എന്റെ ഫാമിലിയെ കുറിച്ചൊന്നും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ താൻ ചാനലിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ. അതിൽ എല്ലാ മാസവും വരാറുള്ള ആർട്ടിക്കിൾ ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ അറിയുന്നത് അങ്ങനെയാണ്. ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെ അറിയാം? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അതിനെ പറ്റി. അതിപ്പോ ആർക്കും അറിയാത്തത് ഈ സോളിലുള്ള എല്ലാവർക്കും അറിയാം. ലിയോൺ നിന്നെ പരസ്യമായിട്ട് ഗേൾഫ്രണ്ട് ആക്കിയപ്പോ മുതൽ തന്നെ ട്രെൻഡിങ് വന്നതല്ലേ? അതും ഏത് ചാനലാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെ അതിൽ വന്നിട്ടുണ്ടായി. അങ്ങനെ ഞാനവിടെ തമ്മിൽ അങ്ങനെയൊന്നും റിലേഷൻ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ വരുന്ന റൂമേഴ്സ് മാത്രം. പോവാൻ എവിടെയും പോവാൻ ഇറങ്ങിയതാണോ? അല്ല, വേഷം കണ്ടിട്ട് അങ്ങനെ തോന്നി, അതാ ചോദിച്ചത്. ഇന്നെന്റെ അച്ഛൻ മരിച്ച ദിവസം, അപ്പൊ അങ്ങോട്ട് പോയി വരാന്ന് കഴിക്കും. സോറി, ഞാൻ തടസ്സമായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇതിപ്പോ എപ്പോ വേണമെങ്കിലും ചെന്നൊന്ന് പോയി കാണാമെന്ന് വരുന്നു. അതുകൊണ്ട് താൻ വരിക വേണ്ട. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? താൻ ഓഫീസിലേക്ക് അല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ബസ്സിൽ പോയി കളാം. ഇയാളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. എനിക്കത് അറിയില്ലായിരുന്നു. നോ വേ, നമുക്കിടയിൽ ഒരു സോറിയുടെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഓക്കെ?